സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ തുടരുകയാണ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഈ വാർത്തയുടെയും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ഈ പ്രഭാതത്തിൽ. റിനു, ഇനിയിപ്പോൾ വേനൽ മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പക്ഷേ അതേസമയം തന്നെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടുത്ത ചൂട്, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തൊട്ടു പിന്നാലെ കനത്ത മഴയുടെ വെല്ലുവിളികൾ കൂടി നമ്മൾ നേരിടാൻ പോവുകയാണോ? എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? എവിടെയൊക്കെയാണ് ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത്? എന്തെങ്കിലും മുൻകരുതലുകൾ ആവശ്യമായിട്ടുണ്ടോ? എന്തായാലും സംസ്ഥാനത്ത് കനത്ത ചൂടാണ്. ആ ചൂട് നിലനിൽക്കെയാണ് ആശ്വാസം പകർന്നുകൊണ്ട് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച്, അതായത് ഇന്ന് പുലർച്ചെ 4 മണിക്ക് നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇനിയും 1 മണിക്കൂർ അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് 2 ജില്ലകളിൽ ആലപ്പുഴ, എറണാകുളം ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ നിലവിലില്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും വരുന്ന 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തീരദേശത്തുള്ളവർക്ക് അങ്ങനെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇല്ല. എന്തായാലും ഈ കനത്ത ചൂടിൽ ആശ്വാസകരമാകും ഈ വേനൽ മഴ എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. GK ദിൽന. ഏതായാലും വേനൽ മഴ എത്തട്ടെ. കാരണം ഈ കടുത്ത ചൂടിനൊരു ശമനം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ നല്ല മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഇന്നലെ രാത്രിയൊക്കെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പൊതുവെ തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടുകൂടി കറണ്ടിന്റെ കാര്യത്തിലും ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും ഒരു സമാധാനം ഉണ്ടാകും. പാമ്പുകൾ ഇങ്ങനെ വരുന്ന കാര്യത്തിലും ഒരു മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.